തീർച്ചയായിട്ടും കേരളത്തിൽ മെട്രോ റെയിൽ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം അത് ഗവൺമെന്റ് അംഗീകരിച്ചു. അപ്പൊ അത് വൈകുന്നേരം തന്നെ ഇടയായ ഒരു കാര്യം ഈ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേക സ്ഥിതി പരിശോധിച്ചിട്ടാണ്. ഇപ്പൊ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം കണക്ട് ചെയ്യണമെന്നുള്ളത് ജനപ്രതിനിധികളായ ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതും കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ഇപ്പൊ ഇത്തവണത്തെ അലൈൻമെന്റ് ഗവൺമെന്റ് ഇപ്പോൾ അംഗീകരിച്ച് ഇന്നലെ ഗവൺമെന്റ് ഉത്തരവ് സഹിതം ഇറക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോ കൊച്ചിൻ മെട്രോ റെയിൽ കോർപ്പറേഷൻ അതിന്റെ DPR തയ്യാറാക്കി കേന്ദ്രാനുമതിയോടുകൂടി നമുക്ക് ടെൻഡറിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥിതി എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരംകാരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളതാണ്. ചില ആളുകൾ സംസാരിക്കുമ്പോഴൊക്കെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ വന്നുവെങ്കിലും മെട്രോ വരാത്തത് ഒരു കുറവായി, അല്ലെങ്കിൽ അത് ഒരു പ്രത്യേക കാര്യമായി പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പൊ അതിനും കൂടി ഒരു വിരാമം വന്നിരിക്കുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ടെക്നോ പാർക്കും വിഴിഞ്ഞവും ഉൾപ്പെടെയുള്ള വലിയ വികസന മുന്നേറ്റത്തിലൂടെ പോകുമ്പോൾ ഇപ്പോൾ വരുന്ന മെട്രോ തീർച്ചയായിട്ടും അതിന് കൂടുതൽ ചാരുത നൽകും, അത് കൂടുതൽ തിളക്കമുള്ളതാകും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന്റെ നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയി അത് യാഥാർത്ഥ്യമാക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ജനപ്രതിനിധികളുമായിട്ട് പലവട്ടം ചർച്ച നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് പ്രത്യേകമായ ഒരു യോഗം വിളിച്ച് ഇതിന്റെ അലൈൻമെന്റിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള യോഗം ചേർന്നിരുന്നു. അപ്പൊ അതിന്റെ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ അലൈൻമെന്റ് അംഗീകരിച്ച് ഗവൺമെന്റ് ഉത്തരവായിരിക്കുന്നത്. ഇതിലിപ്പോൾ ആദ്യം മുതൽ തന്നെ ഈ മോണോ റെയിൽ കേട്ടിരുന്നു, പിന്നീട് ലൈറ്റ് മെട്രോ വന്നു, അതിലേക്കൊന്നും നടക്കാതെ പിന്നെ ഇപ്പോൾ മെട്രോ. ഇത് ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ ഉറപ്പായും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ സർക്കാരിന്റെ അവസാന കാലത്താണ് ഇത്തരത്തിലുള്ള അവസാന സമയം, തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്ന ഒരു സമയത്തു കൂടിയാണ് ഇതിന് അംഗീകാരം നൽകുന്നത് എന്നുള്ളൊരു രാഷ്ട്രീയപരമായ കാര്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അല്ല, അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആരോപണം ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. കാരണം ഇതൊന്നും നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതിനെല്ലാം കേന്ദ്രാനുമതിയും പഠനവും മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം വേണ്ടതാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് അതിന്റെ തുടക്കകാലം മുതൽ ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മെട്രോ കടന്നു വരുന്ന വഴിയിലാണ് ശ്രീകാര്യം മേൽപ്പാലം ഉള്ളത്, അതുപോലെ തന്നെ പട്ടത്ത് മേൽപ്പാലം ഉള്ളത്. അപ്പൊ ഇത്തരം മേൽപ്പാലങ്ങളുടെ സ്റ്റഡി നേരത്തെ നടത്തിയതാണ്. ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ പണി നമ്മൾ ആരംഭിക്കുകയും ചെയ്തു. പട്ടത്ത് നമ്മൾ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ പൂർത്തീകരിക്കുകയാണ്. അപ്പൊ ഈ അലൈൻമെന്റ് വരാത്തത് കൊണ്ട് മാത്രമാണ് പട്ടം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് DPRന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ആരോപണമാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്ന നിരന്തരമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മെട്രോ എന്ന് പറയുന്നത് സ്വപ്നം യാഥാർത്ഥ്യമാകാനുള്ള ആദ്യ ചുവട് ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ തിരുവനന്തപുരം മേയറായിരുന്ന ആളാണ്. ഈ നഗരത്തിന്റെ ഹരിത ഭംഗി ഉൾപ്പെടെ പരിഗണിക്കണമെന്ന് ഞാൻ തന്നെ മേയറായിരിക്കുന്ന ഘട്ടത്തിലും MLA ആയിരിക്കുമ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അപ്പൊ അത്തരം സാധ്യതകളെല്ലാം ഗവൺമെന്റ് പരിശോധിച്ചു. തിരുവനന്തപുരത്തിന്റെ പൈതൃകം, സംസ്കാരം, നഗരത്തിന്റെ ഭംഗി ഇതെല്ലാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ജനപ്രതിനിധികളായ ഞങ്ങൾ പറഞ്ഞതാണ് ടെക്നോ പാർക്ക് ഉൾച്ചേരണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾച്ചേരണം. അപ്പൊ ഇതെല്ലാം ഗവൺമെന്റ് പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പഠനങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള കോംപ്രിഹെൻസീവ് ട്രാഫിക് സ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം നടത്തുകയുണ്ടായി. കോംപ്രിഹെൻസീവ് ട്രാഫിക് സ്റ്റഡിയുടെ മീറ്റിംഗ് നടന്നിട്ട് ഞാൻ ഓർമ്മിക്കുന്നത് ഇപ്പൊ ഏതാണ്ട് 1 വർഷം ആവുകയാണ്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഞങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ അന്തിമ അലൈൻമെന്റിലേക്ക് ഗവൺമെന്റ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയപരമായി അവരങ്ങനെ പറയും. പക്ഷെ ഒരു നിരന്തരമായ പ്രോസസ്സിന്റെ റിസൾട്ടാണ് അന്തിമമായി ഗവൺമെന്റ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു വികസന ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയും അധികം വികസനം നടന്ന ഒരു കാലഘട്ടം ഇല്ലല്ലോ. 90,000 കോടി രൂപയുടെ കിഫ്ബി പ്രവർത്തികൾ അടക്കം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പവർ ഗ്രിഡ് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ ഇതുണ്ട്. ഈ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി പൂർത്തിയാകുന്നു എന്നുള്ളത് അവരുടെ നേർസാക്ഷ്യം അവരുടെ മുന്നിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരത്ത് കാത്തിരുന്ന വികസന പരിപാടി തീർച്ചയായിട്ടും അത് ഈ ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കും. തുടർന്ന് വരുന്ന 3ാം പിണറായി ഗവൺമെന്റ് അത് പൂർത്തീകരിക്കുകയും ചെയ്യും. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇത് പറഞ്ഞതുപോലെ ഈ പദ്ധതി ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കാൻ അതിൻ്റെതായ കാലതാമസം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. ഇതിൽ എന്തെങ്കിലും ഒരു തടസ്സം ഇനി വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ എത്ര കാലം കൊണ്ട് നമുക്ക് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം? അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ പറയാൻ കഴിയുമോ? അല്ല, നമുക്ക് ഒരു നീണ്ട കാലയളവ് നമുക്ക് ഇതിന് കൂട്ടേണ്ടതായിട്ട് വരും. കാരണം ഒരു നഗര ഹൃദയത്തിലൂടെയാണ് ഈ മെട്രോ നമുക്ക് നിർമ്മിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റ് കൺസേൺ ഡിപ്പാർട്ട്മെന്റുകൾ, ഇവിടുത്തെ ഗതാഗത മുന്നൊരുക്കങ്ങൾ, അതുപോലെ തന്നെ വാട്ടർ പൈപ്പ് ലൈനിന്റെ അറേഞ്ച്മെന്റ്,
യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിന്റെ അറേഞ്ച്മെന്റ്, വൈദ്യുതി ലൈനുകളുടെ അറേഞ്ച്മെന്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾച്ചേർന്ന് വരുന്നതാണ്. കാരണം ഇത്രയും 32 കിലോമീറ്റർ നീളത്തിൽ പ്രത്യേകിച്ച് നഗരഹൃദയത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് അതിനാവശ്യമായിട്ടുള്ള ചില സംവിധാനങ്ങൾ കൂടി ഒരുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിയൂ. നമുക്കല്ല, ഇത് വലിയ പദ്ധതിയാണ്. അപ്പൊ ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ സ്വാഭാവികമായിട്ടും അല്പം സമയമെടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. നമുക്ക് കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ 30-33 ലക്ഷം ജനങ്ങൾ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റിയാണ് തിരുവനന്തപുരം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മറ്റ് പ്രശ്നങ്ങളെ കുറിച്ച് കൂടി ഗൗരവമായി പഠിച്ച് ഈ നിർമ്മാണ ഘട്ടത്തിൽ അടക്കമുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ. നമുക്ക് നമ്മളെ പോലുള്ള ജനപ്രതിനിധികൾക്ക് എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷെ നമുക്കറിയാമല്ലോ, നിർമ്മാണ ഘട്ടത്തിലടക്കം പ്രതിസന്ധിയും പ്രയാസങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കി പകരം പ്രതിവിധികൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അതിന് നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് അടുത്ത ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ ഇത് പൂർത്തിയാകണം എന്നുള്ള ഒരു നിലയ്ക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാത്തിരിക്കുന്ന ഒരു വികസനം എന്ന നിലയ്ക്ക് ഇനി മെട്രോയുടെ കുറവ് കൊണ്ടാണ് തിരുവനന്തപുരത്ത് വികസനമില്ല എന്ന് പറയുന്ന ഒരു പരാമർശം തന്നെ ഒഴിവാക്കാൻ ഈ ഉത്തരവിലൂടെ സാധിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.